ഇപ്പം നമ്മൾ പ്രൊഫഷണൽ ക്യാമറാസും ഉണ്ട്, അതുപോലൊപ്പം തന്നെ PGZ ക്യാമറാസ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ കോൺഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറാസും ഉണ്ട്. അതെന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം അത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷനാണ് അതിന് ഉപയോഗിക്കുന്ന ഒരു ക്യാമറാസ് ഉണ്ട്, വെബ് ക്യാമറ ആയിരിക്കും, പക്ഷേ അത് ഹൈ റെസൊല്യൂഷൻ ആയിരിക്കും. രണ്ടാമത് EPTZ ക്യാമറ, ഇലക്ട്രോണിക് PTZ ക്യാമറാസ്. മൂന്നാമത് PGZ ക്യാമറാസ്. അങ്ങനെ നമുക്ക് ആ ക്യാമറകളിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇനി ക്യാമറയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 5-6 പാരാമീറ്റർ എടുത്താൽ, അതിൻ്റെ ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിക്കൽ സൂമാണ്. അത് 5x സൂമാണോ, 10x സൂമാണോ, 12x സൂമാണോ, ഈവൻ ബ്രോഡ്കാസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 20x സൂം, 30x സൂമാണ്. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ HD റെസൊല്യൂഷനുള്ളതാണോ അതോ 4K റെസൊല്യൂഷനുള്ളതാണോ. മൂന്നാമതായിട്ടുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ഓട്ടോ ട്രാക്കിംഗ് ഉള്ളതാണോ, അതോടൊപ്പം തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് ട്രാക്കിംഗ് ഉണ്ട്. അതായത് നമുക്ക് സോൺ ട്രാക്കിംഗ്, സ്പീക്കർ ട്രാക്കിംഗ്, ഈവൻ അതായത് നമുക്ക് വേണ്ടിയ സ്റ്റുഡൻസ് ട്രാക്കിംഗ് ക്യാമറാസ് ഉണ്ട്, ടീച്ചർ ട്രാക്കിംഗ് ക്യാമറാസ് ഉണ്ട്. അതിന് വളരെ വ്യത്യാസമുള്ള ക്യാമറാസ് ഉണ്ട്. ഇനി അതിന് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, AI ബേസ്ഡ് ആയിട്ടുള്ള കുറേയേറെ ഫീച്ചേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. AI ബേസ്ഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഈ ക്യാമറാസ് തന്നെ സെൻസ് ചെയ്യും പല കാര്യം. ആ സെൻസ് ചെയ്തിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്തോളൂ. ഇതാണിപ്പോൾ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്.